ഇന്ന് നമ്മളെ പേരൻസിൻ്റെ ഒരു വീഡിയോ കേട്ടോ. നമ്മളെ മക്കള് എന്ത് പറയുമ്പോഴും ഒറ്റയടിക്കണ് മേടിച്ചു കൊടുക്കരുത്. അത് അവർക്ക് അതന്നെ പഠിയും. നമ്മളെ കഷ്ടപ്പാട് പറഞ്ഞ് നമ്മളെ മക്കളെ വളർത്തണം. അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ വാപ്പി ഉമ്മയും നമുക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നില എത്തിച്ചതെന്ന്. പിന്നെ ഇപ്പോഴത്തെ മക്കൾക്കുണ്ട് സ്കൂളിൽ പോണ ടൈമിൽ എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട, ഞാൻ ഫ്രണ്ട്സുകളുടെ കൂടെ പോയി കഴിച്ചോണ്ട് എനിക്കൊരു 50 രൂപ 100 രൂപ തന്നുകൊണ്ടെന്ന് കൊടുക്കരുത മക്കൾക്ക്. അവരോട് പറയണം ഇന്ന് നീ ഫുഡ് കൊണ്ടുപോകണമെന്ന് പറയണം. അത് കഴിക്കണം അവർ. എന്താണെന്നറിയോ, മക്കൾക്കൊന്ന് 100 രൂപ 50 രൂപയൊന്നും ഒരു വിലയല്ല. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ 90 കിഡ്സിൻ്റെ കാലത്ത് 1 റുപ്യ പറയും, 1 റുപ്യ അങ്ങനെ പറയട്ടോ, 1 രൂപ എന്നല്ല പറയാം, 1 റുപ്യ. ആ 1 റുപ്യ കൊണ്ടുണ്ടെങ്കിലും 2 ദിവസം മുട്ടായി മേടിക്കും, അല്ലെങ്കിൽ 4 ദിവസം മുട്ടായി മേടിക്കും. എന്താ വെച്ചാൽ അത്രയും മുട്ടായി കിട്ടും. അതുകൊണ്ട് 1 റുപ്യ ഉണ്ട് തന്നെ. ഞങ്ങളെ കാലത്ത് ഞങ്ങൾ 1 റുപ്യ എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മക്കൾ 1 രൂപ എന്നാണ് പറയല്. അന്നും ഇന്നും കുറേ വ്യത്യാസമുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളെ പേരൻസിനോട്, മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുക്കുമ്പോൾ പറയണം, മോനെ ഇത്രയാണ് വില, ഇതാണ് ഇപ്പം ഉള്ളത്, ഉമ്മടത്തില്ല ഇപ്പടത്തില്ല. ഇതേപോലെ നമ്മൾ ജീവിക്കണം. എൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്ത് അതുണ്ട് ഇതുണ്ട് കരുതിയിട്ട് ഉമ്മയുടെ കുട്ടി ഇങ്ങനെ വന്ന് പറയരുത്. ഉണ്ടാകുമ്പോൾ നമ്മൾ മേടിച്ച് തരണ്ട്. അങ്ങനെ പറഞ്ഞ് നമ്മളെ മക്കളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. സ്ട്രോങ്ങിൽ പറയരുത്, പറഞ്ഞ് നല്ല സ്നേഹത്തോടെ നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴേ മക്കൾക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞതൊക്കെ മേടിച്ച് കൊടുക്കുക, എല്ലാത്തിനും ഇങ്ങനെ താളം തുള്ളി കൊടുക്കുക. അങ്ങനെ തുള്ളിക്കുന്ന് വെച്ചാൽ നമ്മളെ മക്കൾ ഒരിക്കലും നമുക്ക് പിടിച്ചാൽ കിട്ടൂല കേട്ടോ. ഞാൻ പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളെ മക്കളെ നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടൂല. മക്കൾ പറയുന്ന പോലെ വാണ്ടോളം പൈസ കൊടുക്കുക, ഇഷ്ടം പോലെ പൈസ മക്കളെ കയ്യിൽ ഇങ്ങനെ കൊടുക്കരുതേ. അത്യാവശ്യമില്ലാതെ മാത്രം കൊടുക്കുക, അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. വാണ്ടെങ്കിലും പൈസ കോരി കൊടുക്കരുത് മക്കൾക്ക്. അതൊക്കെ മക്കൾ മുതലെടുക്കും. ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ.